ഹായ് ഫ്രണ്ട്സ്, സുൽഹത്താണ്. എന്നോട് ഒരുപാട് ആൾക്കാർ കമന്റ് ആയിട്ട് ചോദിച്ച സംഗതിയാണ് ഡീകംപ്രഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്. ഡീകംപ്രഷൻ വളരെ സിമ്പിൾ ആണ്. നമ്മൾ സാധാരണ ചില ആളുകൾ സ്പാർക്ക് ഒഴിവാക്കിയിട്ട് ഡീകംപ്രസ് ചെയ്യാൻ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. സിംഗിൾ പാസ് സ്പാർക്ക് പ്ലഗിലല്ല വണ്ടി ഓടണം. ടിൻ സ്പാർക്ക് തന്നെ ഓടണം കേട്ടോ. അത് കറക്റ്റ് പെർഫോമൻസ് കിട്ടുള്ളൂ. അത് മാറ്റി ഓടാതിരിക്കുക, അങ്ങനെ ചെയ്യാതിരിക്കുക. അത് ഈസിയാണ്. ഇത് നമുക്ക് ഹെഡ് അയച്ചെടുക്കണം. ഹെഡ് അയച്ചിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു സ്ലീവ് ചെയ്തതിന് ശേഷം അല്ലേ നമ്മൾ സ്ലീവ് ചെയ്യുക. ഇത് കട്ട് ചെയ്യണമെന്ന് ആവശ്യമില്ല. നമ്മൾ സ്ലീവ് ചെയ്യുന്നു. ഈ സ്ലീവ് അതിലേക്ക് ഇറക്കി സ്ലീവ് ഇങ്ങനെ ഡയറക്റ്റ് ഡെമോ കാണിക്കാൻ കേട്ടോ. സീൽ ഇറക്കുന്ന സമയത്ത് കറക്റ്റ് മറ്റേ നല്ല ടൈറ്റ് ചെയ്ത് അതിൻ്റെ സീലിൻ്റെ ഒക്കെ കൊടുത്തതിന് ശേഷം മാത്രം ടൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലീക്ക് വരും. ഇത്രയും കംപ്രഷൻ വരുന്നതാണ്. അപ്പോൾ കംപ്രസ്ഡ് എയർ നമ്മൾ ഇതിലൂടെ ഇനി വാൽവ് പൊക്കുന്ന സമയത്ത് ഇതിലൂടേക്ക് പുറത്തേക്ക് വരും മാനുവലായിട്ട്. കണ്ടല്ലേ, ഈ ഹോളൂടെ വെളിയിലേക്ക് വരും. അപ്പം ഒരു ശബ്ദം ഉണ്ടാവും കേട്ടോ. സാധാരണ ചിക്കിക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ, ആ ശബ്ദം ഉണ്ടാക്കാൻ ഇത് പറ്റും കേട്ടോ. കാരണം ഇത് ഡീകംപ്രഷൻ എക്സോസ് വാൽവിലേക്കല്ല ഓപ്പൺ ആകുന്നത്, നേരെ വെളിയിലേക്കാണ് ഓപ്പൺ ആകുന്നത്. പഴയ മോഡൽ എക്സോസ്റ്റിലേക്കാണ് ഓപ്പൺ, അതുകൊണ്ട് സൗണ്ട് പുറത്തേക്ക് കേൾക്കില്ല. പഴയ മോഡലിന് CA എഞ്ചിന് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഈ ഹോള് ബ്ലോക്ക് ചെയ്ത് ഇവിടെ ഓപ്പൺ ആക്കുകയാണ് ചെയ്യുക. ഇത് ഇത്രയും ബോഡി അതിലേക്ക് ഇറങ്ങി പോകും പഴയ മോഡലിന് കേട്ടോ. ഇത് നമ്മൾ പുറത്ത് ഈ ഒരു ബോഡി എക്സോസ് വാൽവിലേക്ക് അല്ലാത്തത് കൊണ്ട് തന്നെ ഈ ബോഡി വെളിയിലേക്കാണ്, ഈ ഹോള് വെളിയിലേക്കാണുള്ളത്. അതുകൊണ്ട് സൗണ്ട് പുറത്തേക്ക് പോകാൻ ഓട്ടോമാറ്റിക്കായിട്ട് വരും. പ്രസ് ചെയ്യുന്ന സമയത്ത് സൗണ്ട് വെളിയിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഈ കാര്യങ്ങൾ. പക്ഷേ ഇത് വൃത്തിയായിട്ട് ചെയ്യാന്നുള്ള ലെയ്ത്ത് വർക്കേഴ്സിന്റെ കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഇത് എൻ്റെ വർക്കല്ല, ഇത് ഞാനല്ല ഈ വർക്ക് ചെയ്യുന്നത്. ഈ എൻ്റെ ഇതിൽ വർക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ റോൾ എന്ന് പറയുന്നത് കറക്റ്റ് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് ഡീകംപ്രഷൻ കേബിളും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് ലെയ്ത്ത് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളെ പെർഫെക്ഷൻ വേണ്ടത്. അല്ലെങ്കിൽ ഇതുണ്ടല്ലോ കംപ്ലീറ്റ് വെള്ളം കെട്ടി അവിടെ ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. സൈഡിൽ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ ഒഴിഞ്ഞു പോകാൻ ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് എല്ലാ വർക്ക്ഷോപ്പിലും എല്ലാ ലെയ്ത്ത് വർക്കേഴ്സും ചെയ്യുന്നില്ല. ഇതിപ്പോൾ ചെയ്യുന്നത് നമ്മളെ മലപ്പുറം മഞ്ചേരിയുള്ള അഭിലാഷ് എഞ്ചിനീയറിംഗ് ആണ്. അത്യാവശ്യം പ്രോപ്പറായിട്ട് വൃത്തിയിൽ ചെയ്യുന്ന ഒരാൾ, ഈ ഒരു കാര്യത്തിൽ വൃത്തിയിൽ ചെയ്യുന്ന ഒരാളെ മുപ്പരെ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. വേറെ കാര്യം അല്ലെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ അഭിലാഷ് എഞ്ചിനീയറിംഗ് എന്നുള്ള മഞ്ചേരിയിലെ അഭിലാഷ് എഞ്ചിനീയറിംഗ് ആയിട്ട് ബന്ധപ്പെടുക. അവർ വൃത്തിയായി ചെയ്തു തരും കേട്ടോ. കാരണം ഈ ഒരു കാര്യത്തിൽ ഡീകംപ്രസ് ചെയ്യുന്ന കാര്യത്തിൽ വൃത്തിയായി ചെയ്യുന്നു മുപ്പരെയാണ് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞിട്ടല്ല, അത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല. ആ ഒരു വ്യക്തിയെ ചെയ്യുന്ന ഒരാളെ പരിചയപ്പെടുത്തി തരാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.